नेता जय जय प्रभुपाद 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 जय जय गुरुदेव 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 नित्य गौर हरि बोल हरि बोल हरि बोल हरि बोल। कृष्ण बलराम की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गौर निताई की जय, पंचदत्त की जय, षड्गोसावी की जय, गुरु परंपरा की जय 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 श्री राधेश। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। उग्रं वीर्यं महाविष्णुञ्जलं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमृत्युं नमामि। उग्रं वीर्यं महाविष्णुञ्जलं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमृत्युं नमामि। उग्रं वीर्यं महाविष्णुञ्जलं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमृत्युं नमामि। श्री श्री नरसिंह भगवान की जय, नरहरि की जय, प्रहलाद महाराज की जय। जय 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 श्री राधेश। അങ്ങനെ നമ്മള് മഹത്തായിട്ടുള്ള 50ാമത്തെ ദശകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഗുരുവായൂരപ്പന്റെ കാരുണ്യം നമ്മളിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരേ ഒരു തെളിവാണിത്. യാതൊരുവിധ വിഘ്നങ്ങളും കൂടാതെ 50ാമത്തെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാരായണ 100 ദശകമാണ്. അതിന്റെ പകുതിയിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നു. ഇന്നലെ നമ്മൾ കടന്നു. ഇന്നലെ കഴിഞ്ഞത് എന്തായിരുന്നു? വൃന്ദാവന പ്രവേശമായിരുന്നു. ഭഗവാൻ വൃന്ദാവനത്തിൽ വന്നു. വൃന്ദാവനത്തിനെ മൊത്തം ചുറ്റി നടന്ന് കാണുന്നു. കൂട്ടുകാരും ഒത്തിട്ട് യമുനയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിനെ ചുറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഏത് ദശയിലോട്ട് വൃന്ദാവനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ യമുന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭഗവാനും കൂട്ടരും കൂടി പശുക്കുട്ടികളെ മേയ്ക്കാനുള്ള ജോലി ആദ്യമായിട്ട് കിട്ടുന്നത്. അങ്ങനെ രാവിലെ യശോദാമ്മ ഒരുക്കിയിട്ട് ഭഗവാനെ എന്ത് ചെയ്യും? ഒരുക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പട്ട് ഉടുപ്പും പട്ട് ധോത്തി എല്ലാം ഉടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരുക്കി വിടും. പക്ഷെ കാട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്യും? കൂട്ടുകാരെല്ലാരും കൂടെ അവിടെ കുറെ മണ്ണെല്ലാം കൂടെ കുഴച്ച് പേസ്റ്റ് പോലൊക്കെ മുഖത്ത് വാരി തേച്ച് കൊടുക്കും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മുടിക്കെട്ടെല്ലാം മാറ്റി ചരിച്ചൊരു കെട്ടി അതിനകത്തൊരു മൈപ്പേരിയൊക്കെ കുത്തി എന്നിട്ട് വനത്തിൽ നിന്നിട്ട് പൂക്കളെല്ലാം ശേഖരിച്ച് നല്ലൊരു മാല കെട്ടും. അത് മുട്ടിന് താഴെ കിടക്കും. അതിനാണ് വനമാല എന്ന് പറയുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ വനമാല. ഭഗവാന്റെ ഒരു പേരൂടി തന്നെ വനമാലി എന്നാണെന്നുള്ളത്. വനമാല ധരിക്കുന്നവൻ വനമാലി. അങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് വിടുന്ന യശോദയുടെ സുന്ദര കുട്ടപ്പനെ എന്ത് ചെയ്യും? ഗോപച്ചെറുക്കന്മാര് അവരുടെ സുന്ദര കുട്ടപ്പനായിട്ട് മാറ്റി വിടും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മള് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടത്. ഇനി ദശകം 50ാമത്തേതാണ്. അതിന് മുമ്പിട്ട് നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയണ്ടായോ അല്ലേ? ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? അതെ മാതാജി. ഇനി 1ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ജയവിജയന്മാരുടെ ആദ്യ ജന്മം ഏതാണ്? ബുക്ക് എടുക്കുന്നു. ജയവിജയന്മാരുടെ ആദ്യ ജന്മം ഏതാണ്? പറയൂ. ഹിരണ്യാക്ഷൻ, അമ്പകാരാതെ മാത്രമല്ല വേറുള്ളവർ പറയൂ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ഏത് തന്നെ? ഉഗ്രം വീര്യ മഹാവിഷ്ണു ആണോ? അതെ അതെ അത് തന്നെയാണോ? അതെ, ഉഗ്രം വീര മഹാവിഷ്ണു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ജയവിജയന്മാരുടെ ആദ്യ ജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. എഴുതിയോ? ഇനി അടുത്തത്, ജയവിജയന്മാരെ ആരാണ് ശപിച്ചത്?
ജയവിജയന്മാരെ ആരാണ് ശപിച്ചത്? ശരാകാദി മഹർഷികൾ. ശതകാദികള്. നമ്മൾ ഇതെല്ലാം നാരായണീയത്തിൽ പഠിച്ചിട്ടുള്ളതാ, മനസ്സിലായോ? അത് തന്നെയാ ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം. അതെ മാതാജി. ഇനി മാതാജി മൂന്നാമത്തേത് പറഞ്ഞു. സനകാദികൾ ആരാണ്? 4 സനകാദികൾ കുമാരന്മാര്. ആരാണ്? 4 കുമാരന്മാർ. 4 ആ കുമാരന്മാർ. 4 പേര് ആരാണ്? സനന്ദൻ, സനന്ദൻ, സനാതനൻ, സനതൻ, സനാതന, സനത് കുമാർ. അത് ഇവര് 4 പേര്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. സനകാദികൾ ആരാണ്? ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടിയാണ് സനകാദികള്. ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടി. ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടി, ആദിശക്തി. ആദ്യ സൃഷ്ടിയാണ് സനകാദികള്. സൃഷ്ടി. ബ്രഹ്മാവ് തപസ്സിരുന്നിട്ട് ആദ്യമായി സൃഷ്ടിച്ചതല്ലേ? അവരും തപസ്സികളായിട്ട് പോയി എന്നുള്ളതാണ്. അവരോട് സൃഷ്ടി തുടങ്ങാൻ പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് സൃഷ്ടിയൊന്നും തുടങ്ങാൻ പറ്റില്ല അടയിൽ എന്ന് സംസാരിക്കുന്നു. പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? തപസ്സിനായിട്ട് പോയി. അതാണ് ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടികള് സനകാദികള്. അതായത് സനത് കുമാരൻ, അത് 4 പേരാണല്ലോ. അതല്ലാതെ അതിന്റെ മാതാജി പറഞ്ഞ അതല്ല. ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടി. ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടികൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സനകാദികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടികള്. സനകാദികള് എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് 4 പേര്. അവരുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. മനസ്സിലായോ? മനസ്സിലായി. സനകാദികൾ ആരാണെന്ന് ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടി. ആരും ഒരു നാമം ചെല്ലുന്നുണ്ട്. ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടി. ബ്രഹ്മാവിന്റെ ആദ്യ സൃഷ്ടികളാണ് സനകാദികള്. നാല്. ആദ്യ മനുഷ്യന്റെ പേരെന്താണ്? ആദ്യ മനുഷ്യന്റെ പേര് മനു. ശരിയാണോ? മനു. അതിന്റെ മുന്നിൽ ഏതാണ്ടുണ്ട്. അതെന്തോ മാതാജി മനു എന്ന്? സ്വയംഭൂ മനു. സ്വയംഭൂ മനു. ആദ്യ മനുഷ്യന്റെ പേരെന്താണ്? സ്വയംഭൂ മനു. ഇനി അടുത്തത്, ബ്രഹ്മാവ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? നാഭിയിൽ നിന്ന്. താമരയിൽ. ഭഗവാന്റെ നാഭിയിൽ താമര. എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന്. നാഭിയിൽ നിന്നിട്ട് താമര വന്നു. താമരയിലാണ് ബ്രഹ്മാവ് ഇരുന്നത്. പക്ഷെ ഉത്ഭവിച്ചത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ്. എഴുതിയോ? എഴുതി മാതാജി. ഇനി അടുത്തത്, ഹിരണ്യാക്ഷൻ ആരെയാണ് സമുദ്രത്തിൽ ഒളിപ്പിച്ചത്? ഭൂമാദേവിയെ. ഹിരണ്യാക്ഷന് ആരെയാണ് സമുദ്രത്തിൽ ഒളിപ്പിച്ചത്? ഭൂമിദേവിയെ. അടുത്തത്, വിഷ്ണു സഹസ്രനാമ ഏത് ഗ്രന്ഥത്തിലാണ്? മഹാഭാരതത്തിൽ. മഹാഭാരതത്തില് ഭീഷ്മര് ശരശയ്യെ കിടക്കുന്ന സമയത്ത് ധർമ്മപുത്ര പഞ്ചപാണ്ഡവർ അങ്ങനെ ഭീഷ്മരെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. സാക്ഷാൽ ഭഗവാനും ഉണ്ടായിരുന്നു. അന്നേരം ധർമ്മപുത്രർക്ക് ഭഗവാൻ പോലും ഉപദേശം കൊടുത്തിനൊക്കെ ധർമ്മപുത്രർക്കൊരു ആശ്വാസമായില്ല. അങ്ങനെയാണ് ശരശയ്യെ കിടക്കുന്ന ഭീഷ്മരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധർമ്മപുത്രർക്ക് ധർമ്മോപദേശം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു, നിങ്ങളുടെ കൂടെ അതിൻ്റെയൊക്കെ സഖയായിട്ട് നിന്റെ അമ്മാവന്റെ മകനായിട്ടും എല്ലാം നടക്കുന്ന ഇത് ആരാണെന്ന് അറിയാമോ? സാക്ഷാൽ ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഈ സഹസ്രനാമങ്ങൾ പറയുക ചെയ്യുന്നത്. അങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം. ഈ വിഷ്ണു സഹസ്രനാമത്തിൽ ഇത്ര പ്രാധാന്യം വന്നതും അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഭഗവാനെ കണ്ടുകൊണ്ട് ഭീഷ്മര് സ്തുതിക്കുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമം. മഹാഭാരതത്തിൽ നിന്നാണ് വിഷ്ണു സഹസ്രനാമം വന്നിരിക്കുന്നത്. ഇനി അടുത്തത്, വേനൻ എന്ന രാജാവിന്റെ മാതാപിതാക്കൾ. വേനൻ എന്ന രാജാവിന്റെ മാതാപിതാക്കൾ. വേനന്റെയോ? അങ്കൻ, സുനിത. അയ്യോ, വേനന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതെ പഠിച്ചിട്ടുണ്ട്, മാതാജി പറഞ്ഞു തന്നിട്ടുണ്ട്, മറന്നു. ബാദ്മയാണ് പൃഥു വന്നത്. വേനം കഴിഞ്ഞതിന് ശേഷമാണ് പൃഥു ഭഗവാന്റെ തന്നെ ഒരു അവതാരമായിട്ട് വരുന്നത്. വേനന്റെ മാതാപിതാക്കൾ അഖനും സുനീതയാ. അഹൻ എന്നാണ് മാതാജി, അഹനല്ലേ? അഹൻ സുനീത. സുനീത മകന്റെ ആണെന്നുണ്ടെങ്കിൽ ഋഷിമാര് വേനനെ ശപിച്ചു ചാമ്പലാക്കി. പക്ഷെ ആണെന്നുണ്ടെങ്കിൽ വേനന്റെ ശരീരത്തിന് എണ്ണത്തോണിയിലിട്ടിട്ട് സുനീത സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ അഖൻ വേനന്റെ ഈ ഒരുപാട് ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം അങ്ങ് തപസ്സിനായിട്ട് പോയി. പക്ഷെ സുനീത അവിടെ തന്നെ ഉണ്ടായിരുന്നു. മകന്റെ ഡെഡ് ബോഡിയെ എണ്ണത്തോണിയിലിട്ട് വെച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ കഥ പറയുന്നത്? അടുത്ത രാജാവില്ലാതെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ വേനന്റെ ശരീരം കടഞ്ഞു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ തൊളതൊട്ട് കളഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ആരാ വന്നത്? ചണ്ടാല ആദികളാണ് വന്നത്. പിന്നെ പൃഥു ഭഗവാൻ സ്വയം അവതരിക്കുന്നു കൈ കടഞ്ഞപ്പോഴ്. അങ്ങനെയാണ് അഖനും സുനീതയും. ഇനി 9ാമത്തത് കർമ്മത്തിന് ആധാരമായ 3 ഘടകങ്ങൾ. കർമ്മത്തിന് ആധാരമായ 3 ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? കർമ്മത്തിന് ആധാരമായ 3 ഘടകങ്ങള് സകർമ്മം, വികർമ്മം, അകർമ്മമാണോ മാതാജി? അത് കർമ്മത്തിൽ വരുന്നതാ, കർമ്മമാണ് അതൊക്കെ. കർമ്മത്തിന് ആധാരമായിട്ടുള്ള 3 ഘടകങ്ങൾ. ഈ 3 സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മാതാജി ശരീരം ഇല്ലെങ്കിൽ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യം ചെയ്തതും കർമ്മമല്ലേ. ശരീരം ഇല്ലാതെ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് മനസ്സ് ഓർഡർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ വാക്ക്, ശരീരം, മനസ്സ്, വാക്ക്. ശരീരം, മനസ്സ്, വാക്ക്. ഇപ്പൊ ഞാൻ എന്റെ കർമ്മം ചെയ്ത് എങ്ങനെയാ? വാക്കാലെയാണ്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് അല്ലെ? ശരീരം, മനസ്സ്, വാക്ക്. എഴുതിയോ? അടുത്തത് ഭരതന്റെ എഴുതിയല്ലോ. ശരീരം, മനസ്സ്, വാക്ക്. കർമ്മത്തിന് ആധാരമായിട്ടുള്ള 3 ഘടകങ്ങളാണ് ഇതൊക്കെ. 10. ഭരതന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം. അതെല്ലാവർക്കും അറിയായിരിക്കും. കൂടൽമാണിക്യം ഭരതന്റെ പ്രതിഷ്ഠയുള്ള അമ്പലം. അത് എല്ലാരും പോകത്തില്ലേ? 4 അമ്പലം ചുറ്റാൻ പോകത്തില്ലേ? കൂടൽമാണിക്യം. കൂടൽമാണിക്യം ഭരതന്റെ 4 അമ്പലം ചുറ്റാൻ പോകത്തില്ലേ കർക്കിടക മാസത്തിൽ എല്ലാരും? അതിന് ഒന്നെയാണ് ഈ കൂടൽമാണിക്യം, ഭരതന്റെ പ്രതിഷ്ഠയുള്ളതാ. നീ ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതൂ. ഇന്നത്തെ ക്വസ്റ്റ്യന് 1ാമത്തെ ക്വസ്റ്റ്യൻ കപിലന്റെ അമ്മയുടെ പേര്. കപിലന്റെ അമ്മയുടെ പേര്. കപിലന്റെ അമ്മയുടെ പേര് എഴുതിയോ? എഴുതി. ഇനി അടുത്തത് അഗ്നിദേവന്റെ ധർമ്മപത്നിയുടെ പേര്. അഗ്നിദേവന്റെ ധർമ്മപത്നി, അഗ്നിദേവന്റെ ധർമ്മപത്നി, ഭാര്യ. എല്ലാരും എഴുതുന്നുണ്ടോ? ഞാനിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് 30 ദിവസത്തെ നിങ്ങളോട് ഞാൻ പറയും. 10 ദിവസത്തെ അതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇട്ട് തരാൻ പറയും വാട്സപ്പിനകത്ത്. മനസ്സിലായോ? പറഞ്ഞേ. അങ്ങനെ എഴുതാത്ത ആൾക്കാരെ എനിക്ക് പിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ദക്ഷപ്രജാപതിയുടെ ഏറ്റവും ഇളയ പുത്രിയുടെ പേര്. ദക്ഷപ്രജാപതിയുടെ ഏറ്റവും ഇളയ പുത്രിയുടെ പേര്. ദക്ഷപ്രജാപതിയുടെ ഏറ്റവും ഇളയ പുത്രിയുടെ പേര്.
എഴുതിയോ? എഴുതി മാതാജി. ദക്ഷ പ്രജാപതിയുടെ ഏറ്റവും ഇളയ പുത്രിയുടെ പേര്. പുത്രിയുടെ പേര് 4. ഇവിടെ അവിടെ ആരോ ഒരു ചിത്രം വന്നിരിക്കുന്ന പുതിയൊരു ചിത്രയാണോ അതോ യേശുദാസാണോ? സായംഭൂ മനുവിന്റെ 2 പുത്രന്മാരുടെ പേര്. സായംഭൂ മനുവിന്റെ 2 പുത്രന്മാരുടെ പേര്. സായംഭൂ മനുവിന്റെ 2 പുത്രന്മാരുടെ പേര്. പേര് എഴുതിയോ? അടുത്തത് 5-മത്തെ. ധ്രുവന്റെ അമ്മയുടെ പേര്. ധ്രുവന്റെ അമ്മയുടെ പേര്. ധ്രുവന്റെ അമ്മയുടെ പേര്. ധ്രുവന്റെ അമ്മയുടെ പേര്. എഴുതി മാതാജി. ഇനി അടുത്തത് ഉത്താനപാദന്റെ 2-മത്തെ ഭാര്യയുടെ പേര്. ഉത്താനപാദന്റെ 2-മത്തെ ഭാര്യയുടെ പേര്. ഇതെല്ലാം ധ്രുവചരിതത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഇല്ല. ഉത്താനപാദന്റെ 2-മത്തെ ഭാര്യയുടെ പേര്. എഴുതിയോ? നിങ്ങളുടെ പറഞ്ഞ മാതാജി ഫസ്റ്റ്. ഉത്താനപാദന്റെ 2-മത്തെ ഭാര്യയുടെ പേര്. ഉത്താനപാദന്റെ 2-മത്തെ ഭാര്യയുടെ പേര്. ഇനി 7-മത്തെ ക്വസ്റ്റ്യൻ. ധ്രുവകുമാരന്റെ ഗുരു. ധ്രുവകുമാരന്റെ ഗുരു. ധ്രുവകുമാരന്റെ ഗുരു. എഴുതിയോ? എഴുതി മാതാജി. ഇനി അടുത്തത് ധ്രുവന്റെ സഹോദരന്റെ പേര്. ധ്രുവന്റെ സഹോദരന്റെ പേര്. ധ്രുവന്റെ സഹോദരന്റെ പേര്. എഴുതിയോ? എഴുതി. ഇനി 9-മത്തെ ഇതിഹാസങ്ങൾ ഏതെല്ലാം. ഇതിഹാസങ്ങൾ ഏതെല്ലാം. ഇതിഹാസങ്ങൾ ഏതെല്ലാം. ഇതിഹാസങ്ങൾ ഏതെല്ലാം. ഇതിഹാസങ്ങൾ ഏതെല്ലാമാ? രാമായണം, മഹാഭാരതം. മഹാഭാരതം, രാമായണം. രാമായണം മഹാഭാരതം. ആരാ ഇത് പറഞ്ഞത്? അംബിക. അംബിക രാധ. പിന്നെ വേറെ ആരൊക്കെ പറഞ്ഞു? പത്മിനി. പത്മിനി. പിന്നെ മാതാജി ഇതിഹാസങ്ങള് ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നാളെ പറയാം. ഇനി അടുത്തത് പഞ്ചാക്ഷരി മന്ത്രം ഏതാണ്? പഞ്ചാക്ഷരി മന്ത്രം. ഓം നമഃ ശിവായ. പഞ്ചാക്ഷരി മന്ത്രം. പഞ്ചാക്ഷരി മന്ത്രം. മാതാജി പഞ്ചാക്ഷരി മന്ത്രം ഏതാണ്? അല്ല, ഈ 10 ക്വസ്റ്റ്യന് നാളെ പറയുന്നുണ്ട്.
ഈ 30 ദിവസം ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും പറയും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് ആ ടെസ്റ്റിന് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നതായിരിക്കും. മനസ്സിലായോ? ആ. മാതാജി രക്ഷ പ്രജാപതി എന്നാണ് പ്രജാപതി എന്നാണ്. ലക്ഷ പ്രജാപതി, ലക്ഷ അല്ല, അതാ ദാമോദരന്റെ ദായ ദക്ഷ പ്രജാപതി. ദക്ഷ പ്രജാപതി ഇല്ല, ദക്ഷ പ്രജാപതിയാണ്. മാതാജി ക്വസ്റ്റ്യൻ എല്ലാം ഒന്നും കൂടെ പറ മാതാജി, പറഞ്ഞു പോയാൽ മതി. സോറി, നോ ടൈം അറ്റ് ആൾ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്ലാസ് എടുക്കണം. അന്നേരം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും ഒരു സംശയം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തോളൂ കേട്ടോ. ഞമ്മക്ക് നമ്മുടെ ക്ലാസ് എടുക്കണ്ടേ. പരീക്ഷയില് തോറ്റവർക്ക് ഇമ്പോസിഷൻ ഇല്ലയോ? പരീക്ഷയില് തോറ്റവർക്കേ ഇമ്പോസിഷൻ ഉണ്ടോ? 100 തവണ 100 തവണ. എന്റെ പിള്ളേരാരും തോക്കില്ല, അതറിയാമോ പ്രഭുജിക്ക്? അത് തോക്കും അതൊക്കെ പ്രഭുജി മാത്രമേ ഉള്ളൂ. പ്രഭുജിക്ക് 100 തവണ ഇമ്പോസിഷൻ തരുന്നുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ ഞാൻ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കായിരിക്കും 0. അതെ, അങ്ങനെ അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ ഇതിനകത്ത് ആൾക്കാരുണ്ടല്ലോ, അതൊരു ഒരു കാര്യം ചെയ്യാം, അവരോട് കോണ്ടാക്ട് ചെയ്യൂ. കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതിയെടുക്ക്. സമയങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. ആ സമയം വേണ്ടുന്നോണം ഉപയോഗിക്ക്. ഗോഡിനെ വിളിക്കേണ്ട സമയത്ത് ഡോഗിന്റെ പുറകെ നടക്കരുത്. ഡോഗിന്റെ പുറകെ നടക്കുന്നവർക്കുണ്ടല്ലോ എങ്ങോട്ടാ പോകേണ്ടത് അറിയാമോ? ഡിഒഡി ഗോഡും ഡിഒജി ഡോഗും. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ടല്ല ഗോഡിന്റെ പുറകെ നോക്കാം, കൂടെ കൂടുതൽ പോവാൻ നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൽ ഹരി ബോൽ ഹരി ബോളിന് അതിനെയും കൂടെ പഠിപ്പീര്. നമ്മുടെ ചൈതന്യ മഹാപ്രഭു ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സിംഹത്തിനെ, പുലിയെ, പിന്നെ കടുവ, ആന, അങ്ങനെയുള്ള കുറുക്കനെ, അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലോ ഹരിബോൽ ഹരിബോൽ എന്ന് കൈ ഉയർത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ പങ്കൊണ്ടിട്ട് ഡാൻസ് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാരെയും ഹരിബോൽ ഹരിബോൽ ഹരിബോൽ. നിങ്ങൾ ഹരിബോൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ അവരും പറയും. 10 തവണ പറയുമ്പോ ഈ തള്ളക്ക് വട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറയുന്നത്, ഹരിബോൽ ഹരിബോൽ ഹരിബോൽ. അതായത് അവര് നമ്മളെ പുച്ഛിച്ച് ഹരിബോൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, അതും നമുക്കൊരു പുണ്യമായിട്ട് വരും. മനസ്സിലായോ? അവർക്കും പുണ്യം, നമുക്കും പുണ്യം. അതുകൊണ്ട് ഹരിബോൽ പറഞ്ഞുകൊണ്ട് നടന്നോളിന്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ വിളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമുക്ക് എനർജി വരും. നമ്മൾ ചിലപ്പം ഡാൻസ് ചെയ്യും, ചിലപ്പം കരയും, ചിലപ്പം ചിരിക്കും. വീട്ടിലുള്ളവർ പറയും വട്ടാണെന്ന് പറയും. സാരമില്ല, പൂന്താനത്തിനെ വട്ടാന്ന് പറഞ്ഞു സ്വന്തം ഭാര്യ പോലും പറഞ്ഞു. പക്ഷെ ആ പൂന്താനം എങ്ങനെയാ പോയത്? ഉടലോട് സ്വർഗത്ത് പോയെന്നുള്ളതാ. അതുകൊണ്ട് ചിലപ്പം നമ്മുടെ വട്ടും ചിലപ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു മാർഗമായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ. അങ്ങനെ കൃഷ്ണൻ വൃന്ദാവനത്തിൽ വന്നു. വൃന്ദാവനത്തിൽ വന്ന സമയത്തും കൃഷ്ണനെ എന്തിനു വേണ്ടിയിട്ട് അവർ വൃന്ദാവനത്തിൽ വന്നത്? യഥാർത്ഥത്തിൽ നന്ദഗാവിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ ഭഗവാന് ഇങ്ങനെ അരിഷ്ടകൾ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ഇവിടെ വന്നത് വൃന്ദാവനത്തിൽ വന്നപ്പം, വൃന്ദാവനത്തിൽ വന്നപ്പോഴും എന്താ പ്രശ്നത്തോട് പ്രശ്നം. എന്താ ഭഗവാനല്ലേ, ഭഗവാൻ വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? എല്ലാ ദുഷ്ടന്മാരെയും സംഹരിക്കാൻ കൊണ്ടും അതുണ്ടെങ്കിൽ ശിഷ്ടന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അല്ലേ വന്നത്. അന്നേരം ദുഷ്ടന്മാർ ഓരോരുത്തരും ഇങ്ങനെ കംസൻ പറഞ്ഞു വിട്ടുകൊണ്ടേ ഇരിക്കുക കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഇനി അടുത്തത് കാണുന്നത്, വത്സാസുരന്റെയും ബകാസുരന്റെയും വധം. തരളമത് കൃതുവൃന്ദേ വൃന്ദാവനേത മനോഹരേ പശുപശിശാകം വത്സാനുപാലനലോലുപ ഫലധര സഹോദേവാ ശ്രീമം വിജയതിരവാരയൻ ഗവളമുരളീപേത്രം നേത്രാവീരാമാദരതുതീ
ഫലധര സഖോ ദേവ ശ്രീമൻ വിജയരിതധാരയൻ ധവളമുരളീവേത്രം നേത്രാവിരാമാദനുദ്ദുതീ തരലമത്കൃത വൃന്ദേ വൃന്ദാവനേത മനോഹരേ പശുവിശിശുവിശാഖം വത്സാനുപാലനോലുപാഹ ഫലധര സഖോ ദേവ ശ്രീമൻ വിജയരിതധാരയൻ ധവളമുരളീവേത്രം നേത്രാവിരാമാദനുദ്ദുതീ തരലമധുകൃത വൃന്ദേ വൃന്ദാവനേത മനോഹരേ പശുവശിശുവിശാഖം വത്സാനുപാലനലോലുപ ഫലധര സഖോ ദേവ ശ്രീമൻ വിജയരിതധാരയൻ ധവളമുരളീവേത്രം നേത്രാവിരാമ തുതി. ഹരേ കൃഷ്ണ. തരലമനുകൃതന്തേ വൃന്ദാവനേത മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോലുപഃ ഹരധര സഖോ ദേവ ശ്രീമൻ വിജേരിതധാരയൻ മുരളീവേത്രം നേത്രാഭിരാമധനുദ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. തരളമധുകൃതവൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോലുപ ഫലധര സഖോ ദേവ ശ്രീമാൻ വിജേരിതധാരയൻ ധവളമുരളീവേത്രം നേത്രാഭിരാമധനുദ്യതി. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ആ. തരളമധുകൃതവൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോലുപാഃ ഫലധര സഖോ ദേവ ശ്രീമാൻ വിജേരിതധാരയൻ ധവളമുരളീവേത്രം നേത്രാഭിരാമധനുദ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രൗജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. തരളമധുകൃതവൃന്ദേ വൃന്ദാവനെ അത മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോ ഗവലമുരളീവേത്രം നേത്രാഭിരാമധനുദ്യുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തരളമധുകൃത വൃന്ദേ വൃന്ദാവനേത മനോഹര. വൃന്ദാവനത്തിലെ ആ മനോഹാരിതയില് വണ്ടുകളെല്ലാം ഇങ്ങനെ മൂളി പറക്കുന്നുണ്ട്, ബട്ടർഫ്ലൈസ് എല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ നമ്മള് കണ്ടു കുയിലുകള്, മയിലുകള്, പിന്നെ തത്തകള്, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് വൃന്ദാവനം എന്നുള്ളത്. ആ വൃന്ദാവനത്തില് അല്ലയോ മംഗളമൂർത്തിയായിട്ടുള്ള ഭഗവാനെ തരളമധുകൃതവൃന്ദേ വൃന്ദാവനേത മനോഹര. ആ വൃന്ദാവനത്തിലെ മനോഹാരിതയില് പശുപശിശുവിശാഖം വത്സാനുപാലനലോലുപഃ. ബലഭദ്രനോട് കൂടിയിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? പശുവിന്റെ വത്സത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന്റെ കുട്ടികളെ പാലിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കൂടെ പോന്നു? ഹലധര സഖോ ദേവ. അല്ലയോ ഭഗവാനെ അങ്ങ് ആരുടെ കൂടാണ് പോന്നെ? ഹലധരന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലഭദ്രന്റെ കൂടെ വിജയരിതധാരയൻ. അങ്ങനെ കോപന്മാരും കോപപ്പിള്ളാരും ഒത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവളമുരളീവേത്രം നേത്രാഭിരാമധനുദ്യുതി. എല്ലാ ഇടയ കുട്ടികളോടും ചേർന്നിട്ട് കണ്ണിന് അഴകായിട്ടുള്ള ആ ഭഗവാന് എല്ലാ ഇടയക്കുട്ടികളോടും ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിന്റെ ആ മനോഹാരിതയിൽ പോകുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, രാവിലെ നമ്മളാണെന്നുണ്ടെങ്കിൽ 3 വയസ്സുള്ള കൊച്ചു അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കൊച്ചിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പറഞ്ഞു വിടുകയില്ല. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്നുള്ളത്. എന്താണെന്നറിയുമോ? ചെറിയ ചെറിയ കൊച്ചുങ്ങള്, അവരെ ഒരു വലിയൊരു നോട്ടമൊന്നുമില്ല. പക്ഷെ നമ്മളുണ്ട് എന്ത് മനോഹരമാണെന്ന് പറയുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കാണാൻ ഓടിച്ചെന്ന് നമ്മൾ എടുക്കുമെന്നുള്ള അത്രയ്ക്ക് സുന്ദര കുട്ടന്മാരാന്നുള്ളത്. പക്ഷെ തള്ളമാർക്ക് വലിയ ശക്തിയൊന്നുമില്ല. കൊച്ചുങ്ങളേതായിട്ടുള്ള ആ ഒരു ലോകത്തിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം നമ്മളെ പൊത്തിപ്പൊരുക്കി എല്ലാം വെക്കും. ഒരു ക്ലൈമറ്റ് അങ്ങോട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ആ കൊച്ചുങ്ങൾക്ക് അസുഖമാകും എന്നുള്ളത്. ഇവര് മണ്ണ് വാരി പണ്ട് നമ്മുടെ നാട്ടിലെങ്ങനെയായിരുന്നു പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ കൊച്ചുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലം മണ്ണ് വാരി കളിച്ചും ചിരട്ടയപ്പം ചുട്ടും പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചക്ക കളിച്ചും
അങ്ങനെയൊക്കെ എന്തെല്ലാം കളികളായിരുന്നു. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ളതാ. അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചെരുപ്പില്ലാതെ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ്? പക്ഷെ നേച്ചർ തന്നെ ഉണ്ടല്ലോ, നമുക്ക് റെസിസ്റ്റൻസ് പവർ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് നേച്ചറിന് എഗൻസ്റ്റായിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഈ മലയാളികൾ, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുടെ കാര്യം പറയുന്നത്. പക്ഷെ നമ്മൾ ഭയങ്കര ഓവർ കെയർ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളെ ഒന്നുമല്ലാതാവുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്താ, വെറും പഠിത്തം മാത്രം, അല്ലെങ്കിൽ ഡ്രോയിങ് ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്, ആധ്യാത്മികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ വിടില്ല എന്നുള്ളത്. അവരെന്താ വിചാരിക്കുന്നത് എന്നുള്ളത്. ആധ്യാത്മികം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഒരു പക്ഷെ നേരെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ അത് പക്ഷെ ശരിയാവില്ലല്ലോ. അവനാണെന്നുണ്ടെങ്കിൽ കുത്തി നിറച്ചു കൊടുക്കുക, എന്താ അങ്ങോട്ട് വെറും സിലബസ് മാത്രം. ജീവിതത്തിന്റെ പാഠം അവന് മനസ്സിലാവുന്നില്ല. ആ ഗ്രഹത്തിൽ എങ്ങനെയാണ് അവൻ ജീവിക്കണം എന്നുള്ളത് അവന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ മൂത്തവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് മനസ്സിലാവും. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുള്ള ഈ സപ്താഹത്തിനൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, വലിയ പ്രായമുള്ള അമ്മൂമ്മമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് 3-4 വയസ്സുള്ള കൊച്ചിനെ അല്ലെങ്കിൽ 10 വയസ്സുള്ള കൊച്ചിനെ കസേര കൊടുക്കും, നീ ഇരുന്നു എന്നും പറഞ്ഞിട്ടുള്ള എന്നുള്ളത്. അവരൊക്കെ തന്നെ ഈ കൊച്ചുങ്ങളെ ദൂഷിപ്പിക്കുന്നതെന്നുള്ളതാ. എന്താ, ഓവർ കെയറിങ്ങിൽ അവതരിക്കുന്നത്. ആ കുഞ്ഞിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബഹുമാനിക്കാനെ കൊണ്ട് അറിയാമോ? അന്നേരം ആരെങ്കിലും എന്റെ തന്നെ ഒരു അനുഭവം, ഒരു സപ്താഹ സമയത്ത് ഒരു കൊച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കസേര ഇരിക്കുന്നത്. അന്നേരം ഒരുപാട് പ്രായമായ ഒരു അമ്മ വന്നു. അമ്മ വന്നപ്പോ മോനെ നീ ഒന്ന് എഴുന്നേറ്റ് ഈ കുഞ്ഞിനെ, അന്നേരം ഒട്ടനെ അതിന്റെ അമ്മൂമ്മ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വഴക്കുന്നു വന്നുള്ളതാ. നീ എഴുന്നേക്കട്ടെ, നീ അവിടെ ഇരിക്കും, നീ അവിടെ ഇരിക്കും. ആ കൊച്ചു പിന്നെ എങ്ങനെയാ മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നത്? അതുകൊണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ കൊച്ചുങ്ങളെ പിന്നെ ചീത്ത വഴിയിലേക്ക് വിടുന്നത്. അതിന് കുട്ടികളെ ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ല, നമ്മളെയാണ് അതിനുള്ള കുറ്റം 100% പറയേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് കൊച്ചുങ്ങളെ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക ക്ലാസ്സുകളിൽ വിടും. ആ ക്ലാസ്സുകളില് സൺഡേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേ ക്ലാസ് ഉണ്ട് ക്രിസ്ത്യൻസിന്, അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക്. അവർക്കാണെന്നുണ്ടെങ്കിൽ സൺഡേയിൽ എന്ത് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വരില്ല എന്നുള്ളതാണ്. പക്ഷെ ഹിന്ദുക്കൾ എങ്ങനെയാ ചെയ്യുന്നത്? അവർക്ക് സൺഡേയില് ഇപ്പം ഗീതാ ക്ലാസ്, എന്റെ തന്നെ സ്വന്തം അനുഭവം കൊണ്ട് പറയും. 10 മണിക്ക് ഗീതാ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ സമയത്ത് ട്യൂഷൻ കാണും. ആ സമയത്ത് അവര് ഈ ക്ലാസ്സിനെ മിസ്സാക്കിയിട്ട് ട്യൂഷൻ പോകും. എനിക്കറിയാം ഈ ട്യൂഷൻ എന്ന് പറയുന്നത് എന്തുവാ എന്നുള്ളത്. വീട്ടിനകത്താണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തും, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതാൻ കൊടുക്കും, എന്നിട്ട് അവരെ അവരുടെ ജോലികൾ നോക്കും. മിക്കവാറുള്ള ട്യൂഷൻ, വീടുകളിലുള്ള ട്യൂഷനൊക്കെ ഇങ്ങനെ തന്നെയാണ്. സെന്ററിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സൺഡേയിലൊന്നും വലിയ പഠിത്തമൊന്നും നടക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പറയണം, ഹിന്ദു സനാതന ധർമ്മമാണ്. ആ സനാതന ധർമ്മത്തിന്റെ ആ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സൺഡേയിൽ വേറെ ഒരു പ്രോഗ്രാമും നിങ്ങൾ വെക്കരുത് എന്നുള്ള എല്ലാ ആൾക്കാരും ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കി പേരൻസ് അതിനനുസരിച്ച് എന്റെ കുഞ്ഞിന് ആധ്യാത്മികമായിട്ടുള്ള ഒരു അറിവ് കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ട് ആധ്യാത്മിക അറിവ് കൊടുക്കുക, അറിവുള്ള കുട്ടികൾക്കുണ്ടല്ലോ വളരെയേറെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ജീവിതത്തിലും ഓരോരോ ഘട്ടങ്ങളിലും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം അവിടെ എത്തും എന്നുള്ളതാ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് നടന്നിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതാ. ബാംഗ്ലൂരില് ഇതേപോലെ കുട്ടിയായിട്ടിരുന്ന സമയത്ത് അവളാണെന്നുണ്ടെങ്കിൽ നല്ല മിടുമിടുക്കിയായിരുന്നു. ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഗീത ക്ലാസ്സിലായാലും ആധ്യാത്മിക ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കിയായിട്ട് നല്ല ഇതായി. അവൾ അവസാനം നല്ലോണം പഠിച്ചു. ഒരു IT കമ്പനി ബാംഗ്ലൂരിൽ അവൾക്ക് ജോലിയായിട്ട് അവള് ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ പോയപ്പോ റൂമിനകത്ത് 3 പേരായിരുന്നു ഷെയറിങ്ങില്. ആ 3 പേരെ ഒരു കൊച്ചിന് ഒരു ദിവസം രാത്രി എന്ത് പറ്റി, ഒരു 2 മണിയാവുന്ന സമയത്ത് ഒരു കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ വയറുവേദന വരുന്നു. വയറുവേദന വന്നപ്പോൾ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. ഇവര് രണ്ടുപേരും കൂടി, റൂംമേറ്റ്സ് രണ്ടുപേരും കൂടി ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി അവളെ അവിടെ അഡ്മിറ്റ് ആക്കുന്നു. അഡ്മിറ്റ് ആക്കിയപ്പം പറഞ്ഞു, ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഒരാളെ ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ, 2 പേരും കൂടി ഇരിക്കാൻ പറ്റില്ല. അന്നേരം വേറെ ഒരു കൂട്ടുകാരി അവിടെ ഇരുന്നു. ഈ കൊച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് വരുക. രാത്രി 3 മണിയാണെന്ന് ഓർത്തോണം. ആ 3 മണി സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോക്കാരൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇവർക്ക് പോകേണ്ട വഴിയെ കൂടെ അല്ല പോകുന്നത്, അവൻ വേറൊരു വഴിയെ കൂടെ ഓട്ടോ ഓടിച്ചു പോവുക എന്നുള്ളത്. ഭയങ്കര സ്പീഡിൽ പോയി. കൊച്ചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഉടനെ നരസിംഹമന്ത്രം ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ സിഗ്നൽ വരുന്ന സമയത്ത് ഒരു കട്ടർ ഇങ്ങനെ ഇതുണ്ടല്ലോ, ബമ്പ് ഉണ്ടല്ലോ, ആ ബമ്പ് വരുന്ന സമയം ഇവരുടെ വണ്ടിയാണെങ്കിൽ കുറച്ചൊന്ന് സ്ലോ ചെയ്യേണ്ടി വരും. കുറച്ച് സ്ലോ വേണ്ടി വന്ന സമയത്ത് ഇവൾ എന്ത് ചെയ്തു? ആ വണ്ടിയിൽ നിന്ന് ചാടി കഴിഞ്ഞതും അപ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ വിസിൽ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വരിക. പോലീസ് വണ്ടി വരുന്നു. വണ്ടി വന്ന സമയം ഇവനാണെന്നുണ്ടെങ്കിൽ ആ പോലീസുകാരുടെ വണ്ടി വന്നതും
അവൻ അവന്റെ ജീവനും കൊണ്ട് പോയി എന്നുള്ളത്. എന്നിട്ട് പിന്നെ പോലീസുകാർ ഇവിടെ അടുത്ത് വന്നു. എന്നിട്ട് വിവരങ്ങളെല്ലാം തിരക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ പോലീസുകാർ അങ്ങോട്ട് പോയി. പിന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകുന്ന സമയത്തും പോലീസുകാരെ വന്നാലും പോലീസുകാരെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവൾ എന്ത് ചെയ്തു? അവള് ജോലി ചെയ്യുന്ന ബോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതേപോലെ ഇന്ന വണ്ടിയില് പോലീസ് വണ്ടിയില് ഞാനിങ്ങനെ വീട്ടിൽ പോകുന്നു, എന്നിട്ട് ഇവരെ കൊണ്ട് സംസാരിപ്പിച്ച് ഒരു സേഫ്റ്റി മെത്തേഡ് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യവും ചെയ്ത് എന്നിട്ട് ആ പോലീസുകാർ അവളെ അവിടെ വീട്ടിൽ കൊണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്തുണ്ടല്ലോ അവർക്ക് ഇത്രയും ആ ഒരു ധൈര്യവും പിന്നെ അങ്ങനെ എങ്ങനെ ചെയ്യണമെന്നുള്ളതുണ്ടല്ലോ, അത് എങ്ങനെയാണ് ആ ഉള്ളിൽ നിന്ന് വന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് കരഞ്ഞു വിളിച്ച് അവൻ കൊണ്ടുപോയി അവന്റെ കാര്യം നടത്തി, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളതെല്ലാം കയ്യിൽ പിടിച്ചു വച്ച് എന്ന് നമസ്കാരം പറഞ്ഞിരുന്നു. മനസ്സിലായി പറഞ്ഞേ? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കുഞ്ഞിനെ ആത്മീയ സ്പിരിച്വൽ ആധ്യാത്മിക പഠന ക്ലാസ് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്നുള്ളതാണ്. നമ്മള് ഭൗതികതയിൽ നമ്മൾ എത്ര ഡിഗ്രി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ ശരീരം ഇവിടെ പതിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആ ഡിഗ്രികളും ഇവിടെ തന്നെ പതിച്ചു പോകും എന്നുള്ളത്. അതേസമയം ആധ്യാത്മികമായിട്ട് നമ്മൾ എത്ര ഉയരത്തിൽ വരുന്ന എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവിടെ അക്കൗണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പൂർണ്ണമാക്കാൻ നമുക്ക് പറ്റിയില്ല എന്ന് വെച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പാദത്തിൽ പോകാൻ അത്രയും സമയം ഇനി നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചു. പക്ഷേ നമ്മൾ എത്ര ചെയ്തു അടുത്ത ജന്മം നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്രീമത് കുടുംബങ്ങളിൽ നമ്മളെ ജനിപ്പിച്ചിട്ട് ആധ്യാത്മികതയില് ഏറ്റവും ഉയർന്ന ഹൈ ലെവലിലുള്ള ഒരു കുടുംബത്തിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഭഗവത് പാദത്തിലേക്ക് നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാക്കി തരും. അത് മാത്രമല്ല ഈ ജന്മത്തിൽ നമ്മൾ വന്നിരിക്കുന്ന ഏത് കുടുംബത്തിലാ? ശ്രീമത് കുടുംബങ്ങളിലാണ്. നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാം നല്ല മംഗളമായിട്ട് ജീവിക്കാനും നമുക്ക് പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ കുട്ടികളെ ഗീത ക്ലാസ്സിൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നഷ്ടമായിരിക്കും. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുങ്ങൾ ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പം തന്നെ മൊബൈലിലൂടെ കിട്ടിയിട്ടുണ്ട്. ആ ശ്രദ്ധ മൊത്തം അവരുടെ ആ മൊബൈലായിരിക്കും. അന്നേരം 100% എപ്പോഴും കൊച്ചുങ്ങളെ പഠിക്കേ എന്നും പറഞ്ഞിരിക്കാതെ അവരെ കുറച്ചൊക്കെ വീട്ടിലെ ജോലികളിലും പിന്നെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചുങ്ങൾ ചൂലെടുത്ത് ഒരു മുറ്റം തൂക്കില്ല എന്നുള്ളതാണ്. അരെ മിറ്റമൊക്കെ തൂത്ത് അങ്ങനെ അല്ലെങ്കിൽ വീടുകളെല്ലാം തൂത്ത് വൃത്തിയാക്കി അവർക്ക് ഏജിനനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്കും. സാക്ഷാൽ ഭഗവാനായനൊക്കെ പോലും നോക്കും ഇവിടെ ആരെ മേയ്ക്കാനാ വിട്ടിരിക്കുന്നത്? മത്സ്യങ്ങളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ. അവർക്ക് എന്തോ ഇല്ലാന്നിട്ട് 9 ലക്ഷം പശുക്കളുള്ള ഒരു രാജാവാണ് നന്ദന്. ആ നന്ദന്റെ മകനായിട്ടാണ് ഭഗവാൻ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ആ ഭഗവാൻ ആ രാജാവിന്റെ മകനാ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുന്നത്. പിന്നെയാണോ നമ്മളെ പോലുള്ള തുച്ഛമായിട്ടുള്ള ആൾക്കാർ നിങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിനെ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര പേര് വരുന്നുണ്ട്? ഇപ്പൊ ഇത്രയും 100 പേർക്കുള്ള ഒരു പിന്നെ ഇതാണ് ഇത് സൂമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇതിനകത്ത് എത്ര പേരുണ്ട് എന്ന് പറയുന്നത് പോലെ തിന്നുക, കുടിക്കുക, എന്നിട്ട് എന്താ പറയുന്നത് ഉറങ്ങുക, സ്വയം രക്ഷ ചെയ്യുക, മീറ്റിംഗ് ചെയ്യുക, ബസ് ഇനഫ് പോകുക. ഇത്രയാ നിങ്ങളുടെയൊക്കെ ജീവിതം എന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുക. അല്ല, ജീവിതം ഇതല്ല. ഇത് നിങ്ങൾ നാശത്തിലേക്ക് പോകുന്ന ഒരു ജീവിതമാണിത്. അതുകൊണ്ട് നിങ്ങളെ തിരിച്ചറിയൂ. എന്താ തിരിച്ചറിയേണ്ടത്? ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണേ. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ശാസ്ത്രങ്ങൾ വന്നിരിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ അമ്മയാണ്. ആ അമ്മയെ അനുസരിക്കാൻ പഠിക്കൂ. നമ്മുടെ സ്വന്തം അമ്മയെ അനുസരിക്കുന്ന ഇപ്പൊ എത്ര പേരുണ്ട്? എന്നാൽ തന്നെ പറയുകയാണ് ശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കും. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇപ്പൊ തന്നെ നോക്ക്, എല്ലാ ദേശത്തും ചൂട്. ഈ വൃന്ദാവനത്തിലൊക്കെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ശരീരം പൊള്ളുന്ന ചൂടാന്നുള്ളതാണ്. എപ്പോഴും അങ്ങ് കിടക്കണം എന്നുള്ള ആഗ്രഹം. അത്രയ്ക്കും അങ്ങ് ടയേർഡാ. ആൾക്കാർക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ചൂടാ. എന്തുകൊണ്ടാ ഇത്ര ചൂട്? ഇനി നിങ്ങൾ നോക്കും, കലിയുഗത്തിന്റെ അവസാനത്തിൽ അത്രയ്ക്കും നമുക്ക് കയ്യിൽ കഞ്ഞനെ പിടിച്ചു കഴിഞ്ഞാൽ സൂര്യ എത്തും. ഇപ്പൊ എത്രയോ ദൂരമാണ്, കോടിക്കണക്കിന് ദൂരമാണ്, മൈല് ദൂരമാണ്. എന്നിട്ട് പോലും നമുക്ക് ഈ ചൂട് സഹിക്കാൻ. ഇനി നിങ്ങൾ ജന്മമൃത്യു ജരാവ്യാധി കിടന്ന് ഉടലണമോ?
നിങ്ങൾ തന്നെ തീരുമാനിക്കരുത് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 ലക്ഷം യോനികളിൽ കൂടി കറങ്ങിയാ നിങ്ങൾക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഈ മനുഷ്യജന്മത്തിലുണ്ടല്ലോ അതിനെ സാഫല്യമാക്കിയിട്ട് നമ്മുടെ ഭഗവാന്റെ അടുത്ത് നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അന്നേരം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ആ ഒരു മാർഗം നമ്മൾ സ്വായത്തമാക്കാൻ വേണ്ടുന്നത്. അതിനിപ്പോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ നാട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെന്ററുകൾ ഇതേപോലെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഉണ്ടെന്നുള്ളതാ. ജീവിക്കൂ, മനസ്സിലാക്കി ജീവിക്കൂ നിങ്ങൾ ആരാണെന്നുള്ളത്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിപ്പോ ഭഗവാനെ നമ്മൾ കാണിച്ചു തരുന്ന എന്താ, രാജാവിന്റെ മകനായണൊക്കെ പോലും ആ കുഞ്ഞിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ പിള്ളേരെയോ 20 വയസ്സായി കഴിഞ്ഞാലും ഭാര്യ കൊടുക്കുവെന്നോ പറഞ്ഞിട്ട് എന്താ കാര്യം? കള്ളമാരാ പിള്ളേരെ ചീത്തയാക്കുന്നത്. ഇനി അടുത്തത് വിരതിഗതിരക്ഷം ലക്ഷ്മീകരാജലാളിതം ദരിചരണതവനെ തൊയ് പാവനേ കിമവന ബഹൂ സമ്പൽ സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ വിഗതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരിചരണദന്തം വൃന്ദാവനേ തൊയ് പാവനേ കിമവന ബഹൂ സമ്പൽ സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ വിഗതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരിചരണദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമവന ബഹൂ സമ്പൽ സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ വിഗതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരിചരണദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമവന ബഹു സമ്പൽ സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ വിഗതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരിചരണദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമവന ബഹു സമ്പൽ സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവിധ ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണാദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമിവനബഹു സമ്പത്സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചോളൂ. വിഹിതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമീവന ബഹു സമ്പത് സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വിഹിതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമിവന ഭവോ സമ്പത്സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഒരാളൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഹിതജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദന്തം വൃന്ദാവനേ ത്വയി പാവനേ കിമിവന സമ്പത് സംഭൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആര്യ ഒരു പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. വൃന്ദാവനേ ത്വയി പാവനേ കിമിവന ബഭൂ സമ്പത്സപൂരിതം തരുവല്ലരി സലീലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്.
വിഗത ജഗതീരക്ഷൻ ലക്ഷ്മി കരാംബുജലാളിതം. ഭഗവാന്റെ എപ്പോഴും ഭഗവാന്റെ ചരണങ്ങളെ എപ്പോഴും ലക്ഷ്മി ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും ലക്ഷ്മി ഭഗവാന്റെ ചരണത്തിൽ തന്നെയാണെന്നുള്ളത്. ചരണസേവ ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെയുള്ള ചരണദ്വന്ദ്ം വൃന്ദാവനെ തൊയ് പാവനെ. അങ്ങനെയുള്ള ആ ചരണത്തില് എങ്ങനെയാണ് വൃന്ദാവനത്തില് ഇങ്ങനെ ആ സമ്പൽ സമ്പൂരിതമായിട്ടുള്ള വൃന്ദാവനത്തില് എന്താണ് ഭഗവാന്റെ ആ കാലടികള് ഇങ്ങനെ പതിഞ്ഞ സമയത്ത് ഭൂമിദേവി തന്നെ കോൾമയർ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഹിമാനബഹു സമ്പൽ സമ്പൂരിതന്റെ അരുവല്ലരി. വല്ലരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും ചെടികളായി കഴിഞ്ഞു കഴിഞ്ഞാലും സാക്ഷാൽ ഭഗവാനല്ലേ. ഒന്ന് ആലോചിച്ചു നോക്കുപോലും ആ ഭഗവാന്റെ ആ ഒരു പാദം പതിഞ്ഞ മണ്ണ് ആയിക്കഴിഞ്ഞാലും പിന്നെ പുല്ലായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാവരും കോൾമയിൽ കൊള്ളുക. പിന്നെ അതേപോലെ തന്നെ ഗോകുലത്തിൽ ആരാണ് വന്നിരിക്കുന്നത്? ലക്ഷ്മി വല്ലഭനല്ലേ വന്നിരിക്കുന്നത് വൃന്ദാവനത്തില്. ആ വൃന്ദാവനത്തിൽ ലക്ഷ്മി വല്ലഭൻ വന്നപ്പോ ലക്ഷ്മി ദേവി ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞു നിൽക്കില്ല എന്നുള്ളതാണ്. ലക്ഷ്മി ദേവി അവിടെ വന്നു. ലക്ഷ്മി ദേവി അവിടെ വന്നപ്പോഴെന്തായി? സമ്പൽ സമ്പൂരിതമായി. അവിടെ ഒന്നിനും ഒരു കുറവില്ല. പശുക്കളുടെയൊക്കെ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എരുത്തിലേ കൂടെ അങ്ങ് അതെന്താ ചൊരന്ന് അങ്ങനെ പറയത്തില്ലേ? അത് എന്നിട്ട് ഇങ്ങനെ പാലിറ്റിട്ട് വീണിട്ട് എന്താ തൊഴുത്തിൽ കൂടി ഇങ്ങനെ പാലൊഴുകുക. അത്രയ്ക്ക് സമ്പൽ സമ്പൂരിതമായി വൃന്ദാവനം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ലക്ഷ്മി വല്ലഭൻ അവിടെ വന്നതുകൊണ്ട് ആര് വന്നു? അവിടെ ലക്ഷ്മി ദേവി വന്നു. അന്നേരം എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാപിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി വല്ലഭനെ ആദ്യം നമ്മൾ പൂജ ചെയ്യണം. ലക്ഷ്മി വല്ലഭൻ ആരാണ്? സാക്ഷാൽ വിഷ്ണു ഭഗവാന്, സാക്ഷാൽ ശ്രീകൃഷ്ണന്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പൂജിച്ചു കഴിഞ്ഞാല് ലക്ഷ്മി ദേവി അവിടെ ഓട്ടോമാറ്റിക് വരും. ഇവിടെ അതേപോലെ ആ ലക്ഷ്മിയുടെ വല്ലഭൻ ഇവിടെ വന്നപ്പം വൃന്ദാവനത്തിൽ വന്നപ്പോഴേ അല്ലെങ്കിൽ അമ്പാടി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയും കൂടെ വന്നു. അതുകൊണ്ട് അവിടെ എല്ലാം സമ്പൽ സമ്പൂർണമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്നിനും ഒരു കുറവില്ല, ആർക്കും ഒന്നിനും ഒരു കുറവില്ല. ഇഷ്ടംപോലെ എല്ലാം എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്നത്. ഹരേ കൃഷ്ണ മാതാജി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വിഷ്ണുവിന് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ഭഗവാന് വേണ്ടി നേദിക്കാനായിട്ട് കൊടുക്കും. അപ്പം ആ ദേവിയും ആ അമ്പലത്തിൽ തന്നെ ഉണ്ട്, അമ്പലത്തിലുണ്ട്. ആ ലക്ഷ്മി ദേവിക്ക് കൊടുക്കണോ? ലക്ഷ്മി ദേവിക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കൊടുക്കണ്ട. അത് ശരി. അല്ല, അങ്ങനെ രണ്ടമ്പലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭഗവാന് വെക്കുമ്പോ കുറച്ച് ലക്ഷ്മി ദേവിക്ക് കൊടുത്തോളൂ. അതിനെന്ത് കുഴപ്പം? ഇല്ലേ? നമ്മള് ഇപ്പൊ ഭർത്താവും ഭാര്യനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ട് പാത്രത്തിലല്ലേ കഴിക്കുന്നത്. അതുപോലെ ലക്ഷ്മിക്കും കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. ലക്ഷ്മി ദേവിക്കും കൊടുക്കാമല്ലോ. ഇവിടെ ഇപ്പം പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാണോ? ലക്ഷ്മി വല്ലഭൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി നമ്മള് 4-മത്തെ 5-മത്തെയോ ദശകത്തിൽ പഠിച്ചു. ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാന്റെ മാറിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചഞ്ചലയാണ് ലക്ഷ്മി. ഒരു നിമിഷം പോലും ഭഗവാനെ വിട്ടുപിരിഞ്ഞിരിക്കത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? അതാണ് പറയുന്നത്. ലക്ഷ്മി വല്ലഭൻ ഇവിടെ വന്ന സമയത്ത് ലക്ഷ്മി ദേവിയും കൂടെ വന്നു. ലക്ഷ്മി ദേവിയും കൂടെ വന്ന സമയത്ത് അവിടെ എല്ലാം അങ്ങ് സമ്പൽ സമ്പൂരിതമായി. അതാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. ശരി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിബദതി മഹാദൈത്യേ ദാത്യാദുരാത്മനി ദക്ഷണോ നിബദശൂന്യ ശോണീരുവശതകാലനേ ദിവ്യപരിവില വൃന്ദാരഹ കുസുമോത്കരേ ശിരസി ഭവതോ വർഷം ദിനാമ തദാഹരേ. നിബദതി മഹാദൈത്യേ ജാത്യാദുരാത്മനി ദക്ഷണോ നിപരജനവശുന്യ ശോണീരുഗശതകാനനേ ദിവ്യപരില വൃന്ദാരഹ കുസുമോത്കരേ. മാതാജി, ഹരേ കൃഷ്ണ മാതാജി, 5-മത്തെ ശ്ലോകം പഠിക്കുന്നു, 3-മത്തെ പഠിക്കേണ്ടത്. ഉണ്ടന്നേരം അല്ലേ? ഓക്കെ. 3-മത്തെ ഞാൻ വിചാരിച്ച നിങ്ങളുടെ കണ്ണിൽ പൊടി ഇടാമെന്ന്. വിലസതലുപേകാന്താരാന്തേ സമീരണ ശീതലേ വിമല യമുനാ തീരേ ഗോവർത്തനാചലമൂർത്തസു ലളിത മുരളീനാഥ സഞ്ചാരയൻ കലുവാത്സക കൊചര ദിവസേ ദൈത്യം വത്സാകൃതി ത്വമദൈഷ്യതാ. വിലസതലുപേകാന്താരാന്തേ സമീരണ ശീതലേ വിമല യമുനാ തീരേ ഗോവർത്തനാചലമൂർത്തസു
ലളിതമുരളീനാഥ സഞ്ചാരയൻ കലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതേ ത്വമദൈഷ്യതാ വിലസതിലുപേ കാന്താരാന്തേ ശമീരണ ശീതലേ വിപുല യമുനാ തീരേ ഗോവർത്തനാചലമൂർത്തസു ലളിതമുരളീനാഥ സഞ്ചാരയൻ കലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതേ ത്വമദൈഷ്യതാ വിലസതിലുപേ കാന്താരാന്തേ ശമീരണ ശീതലേ വിപുല യമുനാ തീരേ ഗോവർത്തനാചലമൂർത്തസു ലളിത മുരളീനാഥ സഞ്ചാരയൻ കലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതി ത്വമദൈഷ്യത വത്സാകൃതി ത്വമദൈഷ്യത. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിലസദുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാജലമൂർത്തസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷത. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വിലസദുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാജലമൂർത്തസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതീം ത്വമുദൈക്ഷതാഃ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആൾ വായിക്കൂ. വായിക്കാത്തവരോട് വായിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. വിലസദൂലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാ തീരേ ഗോവർദ്ധനാചലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷത. ഹരേ കൃഷ്ണ മാതാജി. വേറെ ആൾ വായിക്കൂ. വായിച്ചോ. വിലസദുലഭേ കാന്താരാന്തേ സമീരാണ സീതളേ വിവല യമുനാ തീരേ ഗോവർദ്ധനാചലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതം ത്വമുദൈക്ഷത. ഹരി ഓം. ഹരേ കൃഷ്ണ. വേറെ ആരോ വായിക്കുന്നുണ്ടായിരുന്നു, അവരോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിലസദുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാ തീരേ ഗോവർദ്ധനാജലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവൃത്തി വായിച്ചോളൂ. വായിച്ചോ. വിലസദുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാ തീരേ ഗോവർദ്ധനാചലമൂർധസു ലളിത മുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷത. വെരി ഗുഡ്. വിലസതിലുപേ കാന്താരാന്തേ സമീരണ ശീതളേ. ധാരാളം പുല്ലുകളുള്ള കാടുണ്ട്, ഇഷ്ടംപോലെ കാടുകളും അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ യമുനയും, എന്നിട്ട് യമുനയിൽ നിന്ന് ഒഴുകുന്ന നല്ല തണുത്ത കാറ്റ്, എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനത്തിലാണെന്നുണ്ടെങ്കിൽ മോളി കയറി നിന്നുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും, ഓടക്കുഴല് ഊതും. ആ ഓടക്കുഴൽ ഊതിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പശുക്കുട്ടികളും ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെ പേരാണ് ഓടക്കുഴലിൽ ഇങ്ങനെ ഭഗവാൻ വായിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ പശുക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സുന്ദരമായിട്ട് നടക്കുന്ന സമയത്ത് ഒരസുരൻ എന്ത് ചെയ്തു, ഒരു പശുക്കുട്ടിയുടെ രൂപത്തില് ഈ പശുക്കുട്ടികളുണ്ടല്ലോ, പശുക്കുട്ടികള് ഒരുപാട് പശുക്കുട്ടികളുണ്ട്, ആ പശുക്കുട്ടിയുടെ കൂടെ ഈ അസുരനും കൂടി എന്നുള്ളതാണ്. അതാണ് വത്സാസുരൻ. അവൻ എന്തിനു വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്? ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസൻ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് ഈ വത്സാസുരനെ. എന്നിട്ട് അവനും എന്തായി, വത്സത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുക്കുട്ടിയുടെ രൂപത്തില് അവനും ആ പശുക്കുട്ടികളുടെ കൂടെ കടന്നു എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട്. രവശിവിരജലപുച്ഛം വിച്ചായതോ ശിവിലോകയൻ കിമവിലസ്കന്ദരന്ധ്ര പ്രദേശമുദീക്ഷിത തമല ചരണേ വിപ്രാമയൻ മുകുരുച്ചഹേ കുഗജനമഹാവൃക്ഷേ ചിച്ഛേവിതാ ശതജീവിതാ.
വിലസ പുച്ഛം വിച്ചായദോസ്യ വിലോകയന് കിമവി വലിതസ്കന്ധാരന്ത്ര പ്രദേശമുദീക്ഷിത കമലചരണേ വിഭ്രാമയൻ ഗുരുച്ചഹേ മുഖജനമഹാവൃക്ഷേ ചിക്ഷേവിദാശതജീവിത ദേവസവിസലത പുച്ഛം വിച്ചായദോസ്യ വിലോകയൻ കിമവി വലിതസ്കന്ധാരന്ത്ര പ്രദേശമുദീക്ഷിത കമലചരണേ വിഭ്രാമയൻ മുഖരുച്ചഹേ മുഖജനമഹാവൃക്ഷേ ചിക്ഷേപിതാക്ഷതജീവിതാം വ്യവസവിസലത പുച്ഛം വിച്ചായദോസ്യ വിലോകയൻ കിമവി വലിതസ്കന്ധം ദന്ത്രപ്രദേശമുദീക്ഷിതം തമരചരണേ വിഭ്രാമയം മുകുരുച്ചകേ കുഗജനമഹാവൃക്ഷേ ചിക്ഷേപിത ശതജീവിതം കുഗജനമഹാവൃക്ഷേ ചിക്ഷേപിത ശതജീവിതം. ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. രഭസവിലപുച്ഛം വിച്ചായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം യന്ത്രപ്രതീക്ഷമുദീക്ഷിതം തമദചരണേ വിഭ്രതിഭ്രാമയൻ മുഹൂരുച്ചകൈ ഗുഹജനമഹാവൃക്ഷേ ചിക്ഷേപിതക്ഷതജീവിതം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വെരി ഗുഡ്. വായിക്കാത്തവര് വായിച്ചോളൂ, വായിക്കാത്തവരോട് വായിക്കും കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ആ രഭസ വിചലത് പുച്ഛം വിച്ഛേയദോസ്യ വിലോകയൻ കിമവി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷാമുദീക്ഷിതം തമദചരണേ വിഭ്രാമയൻ മുഹൂരുച്ചകൈ കുഹജനമഹാവൃക്ഷേ ചിക്ഷേപിതാക്ഷതജീവിതം. ഹരേ കൃഷ്ണ മാതാജി. തമരചരണേ വിപ്രത് എന്നിട്ട് അങ്ങനെ ആ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് അത് ബി ആയിട്ട് വായിക്കണം. വിപ്രത് എന്നുള്ളത് ഒരു കോമ ഇങ്ങനെ എന്താ പറയുക ചന്ദ്രക്കല കൊടുത്തിട്ട് ഒരു കോമ കൊടുത്തു, എന്നിട്ട് അവിടെ ബി എഴുത്. വിപ്രാമയൻ മുഹുരുച്ചകേ വിപ്രത് വിപ്രാമയൻ അത് രണ്ട് സ്പ്ലിറ്റ് ആക്കി വായിക്കണം. വിപ്രത് വിപ്രാമയൻ മുഹുരുച്ചകേ. അടുത്ത ആള് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. നമോ ഭഗവതേ വാസുദേവായ. രഭസവിചലത്പുച്ഛം വിച്ഛായദോസ്യ വിലോകയൻ വിവലിതസ്കന്ധം ചന്ദ്രപ്രതീക്ഷമുദീക്ഷിതം തമദചരണേ വിഭ്രാമയൻ മുഹുരുച്ചൈഃ മുഖജനമഹാവൃക്ഷേ ചിക്ഷേപിതക്ഷതജീവിതം. ഹരേ കൃഷ്ണ. വേറെ ആരോ വായിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു, വായിച്ചോളൂ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിജലത് പുച്ഛം വിച്ചായതോ അസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം പ്രതീക്ഷാമുദീക്ഷിതം തമദചരണേ വിഭ്രാമയൻ മുഹൂരുച്ചകേ ഉപജനമഹാവൃക്ഷേ ചിക്ഷേപിതാക്ഷതജീവിതം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അതിന് ഒരു പ്രൗഢി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. രഭസവിചലൽപുച്ഛം വിച്ഛയദോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമദചരണേ വിഭ്രതിഭ്രാമയൻ മുഹുരുച്ചകൈ ഉപജനമഹാവൃക്ഷേ ചിക്ഷേപിതക്ഷതജീവിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രഭസവിസല പുച്ഛം വിച്ചായദോസ്യ വിലോകയനെ. അന്നേരം ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് ഈ ഒരു വത്സമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസുരനാണെന്നുണ്ടെങ്കിൽ ഒരു കാളക്കുട്ടിയുടെ പശുക്കുട്ടിയുടെ രൂപത്തിൽ അതിനകത്ത് കയറിയില്ലേ, കയറുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും, കൂടെ കൂടെ വാലിളക്കിയിട്ട് ഇങ്ങനെ കൃഷ്ണൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശക്തിയായിട്ട് കൂടെ കൂടെ ഇങ്ങനെ, അസുരന്റെ സ്വഭാവമല്ലേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമാവാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അതായത് നമ്മുടെ ഇടയിലും ഉണ്ട് അസുരന്മാരെന്നുള്ളത്. എന്താ, ഒരിക്കലും ശാന്തതയില്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളത്. അവരെ നമുക്ക് ആ ഏത് കൂട്ടത്തിലേ കൂട്ടാൻ പറ്റത്തുള്ളൂ, അസുരന്മാരുടെ കൂട്ടത്തിൽ. ഇപ്പൊ ഇവനൊരു അസുരനാണ്, അസുരൻ വത്സത്തിന്റെ വേഷത്തിൽ വന്നെങ്കിലും അവൻ എന്ത് ചെയ്യും, കൂടെ കൂടെ വാക്കിട്ടിളക്കി അവന്റെ ആ ഒരു ഭ്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതവനിങ്ങനെ കാണിച്ചുകൊണ്ടേ നടക്കുന്നു. എന്നിട്ടോ കിമവി വലിതസ്കന്ധൻ രന്ധ്രപ്രതീക്ഷം ഉദ്ദേശിക
എന്നിട്ട് എന്ത് ചെയ്യും? കഴുത്ത് പിന്തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും, വാലിക്ക ഇളക്കിയിട്ടിട്ട് ഇങ്ങനെ നോക്കും, എന്നിട്ട് കഴുത്ത് പിന്തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് സമരചരണേ വിഭ്രാമയ മുകുരുച്ചകെ. ഭഗവാന് ഇവനെന്താ വിചാരിക്കുന്നേ? ഭഗവാൻ ഇതൊന്നും അറിയത്തില്ലെന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഇതെല്ലാം അവൻ വന്ന സമയം തന്നെ ഭഗവാൻ അത് മനസ്സിലായി ഇവൻ അസുരനാണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ അവനിങ്ങനെ കൂടെ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ ചെന്നിട്ട് അവന്റെ കാലില് ചരണത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? പലവട്ടത്തിൽ ഇങ്ങനെ ഉച്ചത്തില് ചുഴറ്റി, ചരണത്തിൽ പിടിച്ചിട്ട് കാലെ പിടിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റിട്ടോ കുഹജന മഹാവൃക്ഷേ ചിഷേവിത ജീവിതം. ജീവൻ പോയി എന്ന് കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഒരു വൃക്ഷത്തിലേക്ക് അങ്ങ് എറിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ വത്സാസുരന്റെ കഥ കഴിച്ചു. വത്സാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ വേഷത്തിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പശുക്കുട്ടികളുടെ കൂടെ കൂടിക്കഴിഞ്ഞു ഭഗവാൻ എന്താ എടുക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്തു? അവന്റെ ചരണത്തിൽ കയറി പിടിച്ചിട്ട് ചുഴറ്റിയിട്ട് ഒറ്റയേറി വെച്ചു കൊടുത്തു. അങ്ങനെ അവന്റെ കഥ കഴിപ്പിച്ചു. ഇനി അടുത്തത് നിബദ മഹാദൈത്യേജാത്യാദുരാത്മിനി തക്ഷണം നിബദജനജവശൂന്യാശോണീരുഗശതകാനനേ ദിവ്യപരലമൃന്ദാ വൃന്ദാരക കുസുമോക്കരേ ശിരസിഭവതോ വർഷം ദിനാമ തദാ ഹരേ. നിമദതി മഹാദൈത്യേജാത്യാദുരാത്മിനി തക്ഷണം നിബദജനവശൂന്യാശോണീരുഗശതകാനനേ ദിവ്യപരലമൃന്ദാ വൃന്ദാരക കുസുമോക്കരേ ശിരസി ഭവതോ വർഷം ദിനാമ തദാ ഹരേ. നിബദതി മഹാദൈത്യെ ജാത്യ ദുരാത്മനി തക്ഷണം നിബദജന നിബദനജ വശുന്ന ശോണീരുക ശതകാലിനി ദിവി പരിമില വൃന്ദാരക കുസുമോത്കരേ ശിരസി ഭവതോ ഹർഷാത് വർഷം ദിനാമ തദാ ഹരേ. ദിവി പരിമിലത് വൃന്ദാരക കുസുമോത്കരേ ശിരസി ഭവതോ വർഷം ദിനാമ തദാ ഹരേ. നിബദതി മഹാദൈത്യേരാത്യാദുരാത്മനി തക്ഷണം നിബദനജ വശുന്ന ശോണീരുഗശതകാനനേ ദിവി പരിമില വൃന്ദാരക കുസുമോത്കരേ ശിരസി ഭവതോ വർഷം ദിനാമ തദാ ഹരേ. വായിച്ചാട്ടെ. നിബദതി മഹാദൈത്യേജാത്യാദുരാത്മനി തക്ഷണം നിബദജനവശുന്നാശോണീരുഹർഷതകാനനേ ദിവി പരിമള വൃന്ദാരക കുസുമോത്തരേ ശിരസി ഹോദോ ഹർഷാദ്വാർഷന്തി നാമ തദാ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആള് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നിബദതി മഹാദൈത്യെ ജാത്യേ ദുരാത്മനി തക്ഷണം നിബദനജ ഭക്ഷണാശോണീരുഘക്ഷതകാനനേ ദിവി പരിമിത വൃന്ദാരക കുസുമോത്കരേ ശിരസി ഭവതോ ഹർഷന്തി നാമ തദാ ഹരേ. അടുത്ത ആള്. ഹരേ കൃഷ്ണ മാതാജി. നിബദതി മഹാദൈത്യോ ജാത്യ ദുരാത്മിനി തക്ഷണം നിബദനജ വക്ഷോണീരുഹർഷതകാനനേ ദിവി പരിമിള വൃന്ദാരക കുസുമോർക്കരേ ശിരസി ഭവതോ ഹർഷന്തി നാമ തദാ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അതിനൊരു പ്രവചു വായിച്ചോളൂ. പ്രവചുമാരില്ലേ? ചോറിനാൻ പോയോ? ഓം നമോ ഭഗവതേ വാസുദേവായ. നിബദിതി മഹാദൈത്യോ ജാത്യ ദുരാത്മനി തക്ഷണം നിബദന ജവശുന്ന ശോണീരുഹർഷതകാനനേ ദിവി പരിമിളാത് വൃന്ദാരക കുസുമോദോത്കരൈ ശിരസി ഭവതോ ഹർഷാ ദർശന്തി നാമ തദാ ഹരേ. ഹരേ കൃഷ്ണ. സുനിലൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നിബദതി മഹാദൈത്യെ ജാത്യാ ദുരാത്മനി തക്ഷണം നിബദനജ വക്ഷുണ്ണ ശോണീരുഹക്ഷതകാനനേ
ദിവി പരിമിളത് വൃന്ദാരക കുസുമോത്കരൈ ശിരസി ഭവതോ ഹർഷാത് വർഷന്തി നാമ തഥാ ഹരേ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹേ ഹരേ എന്താ പറയുന്നത്? നിവധ മഹാദൈത്യ ജാത്യാ ദുരാത്മനിസക്ഷണം. അങ്ങനെ വലിച്ചെറിഞ്ഞില്ലേ? വലിച്ചെറിഞ്ഞ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്ര വേഷം മാറി കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് അവർ വരും. അന്നേരം പൊള്ളത്തരനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു മഹാ അസുരനായിട്ട് അവൻ അവിടെ ചെന്നിട്ട് ആ കടും കാട്ടിലവന് അങ്ങനെ വീണു എന്നുള്ളതാണ്. ദിവ്യപരിമള വൃന്ദാരക കുസുമോത്കരേ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ദേവതകളും ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? ശിരസി ഭവതോ വർഷം നാമ തഥാഹരേ. എല്ലാ ദേവതകളും പുഷ്പവൃഷ്ടി ഭഗവാനിലെ വർഷിക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അസുരന്മാരെ ഓരോരുത്തരെയായിട്ട് ഇതിനെ കൊന്നെടുക്കുമല്ലേ. ഈ അസുരന്മാരാണെന്നുണ്ടെങ്കിൽ ദേവന്മാരെ കൂടി കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാ. അല്ലെ, ഈ വത്സാസുരനെ കൊന്ന സമയത്ത് ദേവന്മാരെല്ലാവരും ആകാശത്ത് നിന്നിട്ട് പുഷ്പവൃഷ്ടി ഭഗവാനിലേക്ക് വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ പറയുന്നത്. ഈ അഞ്ച് ശ്ലോകം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നിർത്താം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ബാക്കിയുള്ള ക്ലാസ് എടുക്കാം. 9:10 ആവുന്നുണ്ട്. എല്ലാവർക്കും ആഹാരമൊക്കെ കഴിക്കാനുള്ള ധൃതിയിലായിരിക്കും. എന്നിട്ട് ഈ 5 ശ്ലോകങ്ങളും പൊന്നു ഭഗവാന് ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ക്ലാസ്സുകൾ നിർത്താം. ഹരേ കൃഷ്ണ.